Good evening, sir. What's your good name? Sebastian. What can we do for you, sir? Sir, പുതിയ രജിസ്ട്രേഷൻ ആണോ അല്ലെങ്കിൽ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാനാണോ റിന്യൂ ചെയ്യാനാണോ? ഞാൻ പ്രൂവ് ചെയ്യാൻ സർ ഡോക്യുമെന്റ്സ് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? പോളിസി എഗ്രിമെന്റോ പ്രീമിയം അടച്ച റെസിപ്റ്റ്സ് എന്തെങ്കിലും? എല്ലാം പോയി, കത്തിപ്പോയി. ഓക്കെ ഫയർ ഇൻഷുറൻസ് ആണല്ലേ? ഓക്കെ, അപ്പോൾ ഡോക്യുമെന്റ്സ് എല്ലാം കത്തിപ്പോയില്ലേ? കുഴപ്പമില്ല, നമുക്ക് സാറിൻ്റെ ഡിജിറ്റൽ ഐ ഡിയും പാസ്വേഡും ഉണ്ടെങ്കിൽ ഇവിടെ നോക്കാം. സാർ എങ്ങനെയാണ് കത്തിപ്പോയത്? കത്തിയതല്ലോ, കത്തിച്ചതല്ലേ. കത്തിച്ചതെന്ന് പറയുമ്പം നമുക്കാദ്യം ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടാവും. അപ്പോൾ കത്താനുണ്ടായ റീസണും എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചെന്നൊക്കെ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. എന്നിട്ടൊരു ഡീറ്റെയിൽ റിപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഹയർ ഓഫീഷ്യൽസിന് കൊടുക്കും. അവരാണ് ക്ലെയിം എമൗണ്ടും കാര്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. സാർക്ക് ഇൻഷുറൻസിനെ കുറിച്ച് വലിയ ധാരണയില്ലല്ലേ? ഇൻഷുറൻസ് ഒരു ഇൻഷുറും തമ്മിലുള്ള പോളിസി എഗ്രിമെൻ്റ് അല്ലേ ഇൻഷുറൻസ്. ഇൻഷുർക്ക് കൃത്യമായിട്ട് പേയ്മെൻറ്റ് കൊടുക്കണം. പ്രീമിയം ഇനി കാലാവധി കഴിഞ്ഞാലോ വേണമെങ്കിൽ റിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ക്ലെയിം ചെയ്യാം. ഇതല്ലേ നിങ്ങൾ ഈ പറഞ്ഞ ഇൻഷുറൻസ്? ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ ക്ലെയിം ചെയ്യാൻ വന്നതല്ല, പ്രൂവ് ചെയ്യാൻ വന്നതാണ്. സർ, കത്തിപ്പോയത് എങ്ങനെയാണെന്ന് ഇതുവരും പറഞ്ഞില്ലല്ലോ. എനിക്ക് ഹോം സ്റ്റേയുടെ ബിസിനസ്സാണ്. കഴിഞ്ഞ സമ്മർ വെക്കേഷനിൽ ഗസ്റ്റുകൾ കുറച്ച് കൂടുതലായിരുന്നു. ഗസ്റ്റുകൾ ഹാപ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് അവരോടൊപ്പം ഏതറ്റം വരെയും ഞങ്ങൾ നിൽക്കാറാണ്. ആ സമയത്ത് കാലാവസ്ഥ ലേശം മോശമാണ്, നല്ല കാറ്റടിക്കണ സമയമാണ്. അതുകൊണ്ട് തന്നെ രാത്രി 12 മണിയായിട്ടും ക്യാമ്പ് ഫയർ നിർത്താഞ്ഞപ്പോൾ ഞാനത് പോയി കിടത്തി. എൻ്റെ വാക്ക് ഒരു വക വെച്ചില്ല. അവരത് പിന്നെയും കത്തിച്ച് ആഘോഷിച്ച് ആ പണി നിർത്ത്. അവസാനം അവരത് കെടുത്താണ് കത്തിയത്. എൻ്റെ ഓപ്പൺ സ്റ്റിക്ക്. ചേട്ടാ, അത് ഞങ്ങളല്ല, അത് അവൻ. എനിക്കറിയാം, നിങ്ങളല്ലാത്ത ചിന്ത. എനിക്ക് അവനെയാണ് വേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ ക്ലെയിം ചെയ്യാൻ വന്നതല്ല,